നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന ശ്രമങ്ങൾ വിജയത്തിലേക്കെന്ന് സൂചന. കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ സമയമാണ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചത്. യുക്രൈൻ്റെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേർക്ക് അടുത്ത 30 ദിവസത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്നാണ് റഷ്യ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് 2 മണിക്കൂർ നേരമെടുത്ത് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് പലവട്ടം താൻ അമേരിക്കൻ പ്രസിഡൻ്റായാൽ ഇക്കാര്യത്തിന് പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞിരുന്നു. ജോ ബൈഡന് പകരം താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഒരു കാരണവശാലും യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നു എന്നൊക്കെ അന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇത് ട്രംപിൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയിൽ മറ്റ് ചില സുപ്രധാന സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്രായേലിനൊപ്പം ഇറാൻ്റെ ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കുന്നതിനായി ഒറ്റക്കെട്ടായി നിൽക്കാൻ റഷ്യ തയ്യാറായി എന്നുള്ളതാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ആവശ്യം റഷ്യ അംഗീകരിച്ചതിലൂടെ ഇറാനുമായി എത്രയോ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു സൗഹൃദമാണ് ഒരുപക്ഷേ ഇപ്പോൾ റഷ്യയ്ക്ക് ഇല്ലാതാകാൻ പോകുന്നത്. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളും അടിയന്തരമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലും ധാരണ ആയിട്ടുള്ളത്. യുക്രൈനും റഷ്യയും തമ്മിൽ 175 യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറുന്ന കാര്യവും പുടിൻ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, ഗുരുതരമായ പരിക്കേറ്റ് റഷ്യയുടെ പിടിയിലായ 23 യുക്രൈൻ സൈനികരെ വിട്ടുകൊടുക്കാമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുടിൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തമായിട്ടില്ല. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആകട്ടെ ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. തനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യത്തിൽ നേരിട്ട് സംഭാഷണം നടത്തണമെന്നും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വ്ളാഡിമിർ പുടിനെ തനിക്ക് തീരെ വിശ്വാസമില്ല എന്നാണ് പല ചർച്ചകളിലും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതും. ഇതിന് പറയുന്ന കാരണങ്ങളിലൊന്ന്, നേരത്തെയും പല കാര്യങ്ങളിലും ധാരണയായിരുന്നുവെങ്കിലും സമയമാകുമ്പോൾ പുടിൻ മാറിക്കളയുന്ന ഒരു ശീലം ഉള്ള ആളാണ് എന്നാണ് സെലൻസ്കി നേരത്തെ കുറ്റപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ ചർച്ചകൾക്കായി എത്തിയ വ്ളാഡിമിർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുണ്ടായ വാക്കേറ്റം നമുക്കെല്ലാം അറിയാം. അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് നേരിട്ട് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തണമെന്നും തങ്ങൾക്ക് ചില വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് എന്നുമാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, യുക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള നിരവധി പവർ സ്റ്റേഷനുകൾ ഇപ്പോൾ റഷ്യൻ സൈന്യം കയ്യേറി വച്ചിരിക്കുകയാണ്. ഇത് യുക്രൈനിലെ സാധാരണ ജനജീവിതത്തെ വളരെ ഗുരുതരമായി തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനം റഷ്യൻ സൈന്യം നിർത്തിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്ത വലിയ പ്രതിസന്ധി ഇപ്പോൾ യുക്രൈൻ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ഒത്തുതീർക്കുന്നതിൻ്റെ ഭാഗമായി പവർ സ്റ്റേഷനുകൾ ആക്രമിക്കുകയില്ല എന്ന വ്യവസ്ഥ ഒരുപക്ഷെ പവർ സ്റ്റേഷനുകൾ വിട്ടുകൊടുക്കണം എന്നുകൂടി യുക്രൈൻ ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതല്ലാതെ റഷ്യയുടെ കൈവശം തന്നെ ഇവ ഇരിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഗുണം തങ്ങൾക്കുണ്ടാകില്ല എന്നാണ് സെലൻസ്കിയുടെ വിശ്വാസം. സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഇനി അങ്ങോട്ടുള്ള സമാധാന സംഭാഷണങ്ങളിലൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇപ്പോൾ നടക്കുന്ന ഈ സമാധാന ചർച്ചകളിൽ അങ്ങേയറ്റം സംതൃപ്തി പ്രകടിപ്പിച്ചു. എത്രയും വേഗം യുക്രൈനിൽ സമാധാനം കൈവരുത്തണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും തങ്ങൾ എക്കാലത്തും യുക്രൈനൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് കീർ സ്റ്റാമർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപും പുടിനും മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന നിലപാട് തന്നെയാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിലുള്ളത്. സെലൻസ്കിയെ ചർച്ചകൾ പങ്കെടുപ്പിക്കാതെ എങ്ങനെയാണ് ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് അവർ ചോദിക്കുന്നത്. നേരത്തെ സൗദി അറേബ്യയിൽ വെച്ച് ആദ്യവട്ടം നടന്ന ചർച്ചകളിലൊക്കെ തന്നെ യുക്രൈൻ പ്രതിനിധി പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസമാണ് ഈ ഒരു ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അടുത്ത 30 ദിവസത്തേക്ക് ഊർജ്ജ സംവിധാനങ്ങൾ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഉണ്ടാകില്ല എന്ന റഷ്യയുടെ ഉറപ്പ്, അത് യുക്രൈനും ഏറെ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടി അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്.